ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്ന് നമ്മൾ ട്യൂട്ടോറിയൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. വാട്ടർമെലൺ ഫ്രിഡ്ജ് മാഗ്നറ്റ്. അതിന് വേണ്ടിയിട്ട് 4 കളർ യാൺ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 ആക്രിലിക് യാൺസ് തന്നെ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക്, വൈറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ. പിന്നെ 2mm ഹുക്ക്, അതുപോലെ സിസേഴ്സ്, പിന്നെ ടേപ്പസ്ട്രി നീഡിൽ, സ്റ്റിച്ച് മാർക്കേഴ്സ് ആൻഡ് മാഗ്നറ്റ് ആണിത്, സ്റ്റിക്കർ മാഗ്നറ്റ്സ്. പിന്നെ ഫൈബർ ഫില്ലും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു വാട്ടർമെലൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് കളർ യാൺ വെച്ചിട്ടാണ്. ആദ്യം തന്നെ ഫസ്റ്റ് റൗണ്ടിൽ മാജിക് സർക്കിൾ ഉണ്ടാക്കുക. അതിനുശേഷം ഈ മാജിക് സർക്കിളിൽ 6 സിംഗിൾ ക്രോഷേഴ്സ് ആണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ബേസിക്സ് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ബേസിക് വീഡിയോസ് ഉണ്ട്, അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സിംഗിൾ ക്രോഷേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് റൗണ്ട്, ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ മുകളിലാണ് അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് റൗണ്ടിൽ ഇൻക്രീസ് ഇൻറ്റു 6. ഓരോ സിംഗിൾ ക്രോഷ്യയുടെ അകത്തോട്ടും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യസ്, ഓരോ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. ടോട്ടൽ സെക്കൻഡ് റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷ്യസ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. 12 സിംഗിൾ ക്രോഷ്യസ് ആണ് സെക്കൻഡ് റൗണ്ടിൽ ഉണ്ടായത്. ഇനി തേർഡ് റൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം സ്റ്റിച്ച് മാർക്കർ ഊരി മാറ്റുക. അതിനുശേഷം സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്കേഴ്സ് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ചു. അപ്പോൾ ഈ ഒരു തേർഡ് റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിനകത്തോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഇൻക്രീസ്, അതായത് സെക്കൻഡ് സ്റ്റിച്ചിലോട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ടോട്ടൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യസ് ആണ് ഉണ്ടാവുക. 18 സിംഗിൾ ക്രോഷ്യസ് അറ്റ് ദ എൻഡ് ഓഫ് ദിസ് റൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 4th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ 2 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിൽ ഇൻക്രീസ്, അതായത് തേർഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യസ്. അങ്ങനെ ഈ റൗണ്ടിൻ്റെ എൻഡിൽ 24 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് 5th റൗണ്ടാണ്. 5th റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ ആണ്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് സ്റ്റിച്ചിലും അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ ആൻഡ് 4th സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ 30 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടായിരിക്കും. 3 സിംഗിൾ ക്രോഷ്യ, 3 സിംഗിൾ ക്രോഷ്യ ആൻഡ് ഇൻക്രീസ്, അതാണ് പാറ്റേൺ വരുന്നത്. അതുപോലെ തന്നെ ഓരോ റൗണ്ടിൻ്റെ ബിഗിനിങ്ങിലും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെക്കാനായിട്ട് മറക്കരുത്. ഇനി ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ആവശ്യമുള്ള ആ ഒരു സർക്കിളിൻ്റെ വലുപ്പമാവുന്നത് വരെ ചെയ്തു കൊടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അതായത് 6th റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷ്യ, പിന്നെ ഇൻക്രീസ്. 5th റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് ഇൻക്രീസ് ചെയ്തത്. 6th റൗണ്ടിൽ 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം 5th സ്റ്റിച്ചിനകത്തോട്ട് ഇൻക്രീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് 6th റൗണ്ട് അവസാനിക്കുമ്പോൾ 36 സിംഗിൾ ക്രോഷ്യേഴ്സാണ് ഉണ്ടാവുക.
ഇനി നമ്മൾ 6th റൗണ്ട് കംപ്ലീറ്റ് ആയി 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് നമ്മൾ 6th റൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇനി 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴത്തെയും പോലെ ആദ്യം ആ സ്റ്റിച്ച് മാർക്കർ മാറ്റിയതിന് ശേഷം അവിടെ നമ്മൾ ആദ്യത്തെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ദെൻ ഇൻക്രീസ്, ഇതാണ് പാറ്റേൺ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് മാർക്കർ അവിടെ ആ ഒരു സ്റ്റിച്ചിനകത്തോട്ട് സ്റ്റിച്ച് മാർക്കർ വയ്ക്കും. എന്നിട്ട് അടുത്ത 4 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യുക. അതിനുശേഷം 6th സ്റ്റിച്ചിനകത്തോട്ട് ഇൻക്രീസ് ചെയ്യുക. 5 സിംഗിൾ ക്രോഷ്യേഴ്സ് കണ്ടിന്യൂസ്ലി ചെയ്തതിന് ശേഷം 6ാമത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ടോട്ടൽ ഉണ്ടാവുക. പാറ്റേൺ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 7th റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി 8th റൗണ്ടിലെ പാറ്റേൺ 6 സിംഗിൾ ക്രോഷ്യ പിന്നെ ഇൻക്രീസ് എന്നുള്ളതാണ്. ടോട്ടൽ 48 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് വരിക. അപ്പോൾ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അതുപോലെ സ്റ്റിച്ച് മാർക്കർ വയ്ക്കുക, വീണ്ടും അടുത്ത 5 സിംഗിൾ ക്രോഷ്യേഴ്സും കൂടെ ചെയ്ത് കൊടുക്കുക. അതായത് ടോട്ടൽ 6 സിംഗിൾ ക്രോഷ്യേഴ്സ് കണ്ടിന്യൂസ്ലി ചെയ്യുക. 7th സ്റ്റിച്ചിനകത്തോട്ട് ഇൻക്രീസ് ചെയ്യുക. 7th സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യേഴ്സ് ചെയ്യുക. ഒരേ സ്റ്റിച്ചിൽ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുന്നതിനാണ് ഇൻക്രീസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ട് അവസാനിക്കുമ്പോൾ 48 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ 8 റൗണ്ട്സ് ആണ് കംപ്ലീറ്റ് ആക്കിയത്. 8 റൗണ്ട്സ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു യാണിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ യാണൊരു ചെറിയ പീസ് അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ വൈറ്റ് കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് കളർ യാൺ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ആ വർക്കിംഗ് ലൂപ്പിനകത്തൂടെ വർക്കിംഗ് ലൂപ്പിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ചെറിയൊരു പീസ് താഴത്തോട്ട്, അതിന് മുന്നേ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിന് വർക്കിംഗ് ലൂപ്പിൻ്റെ ആ ഒരു ചെറിയ പോർഷൻ ഓഫ് യാണ് ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മുടെ ഒരു ഫിംഗർ വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ആഡ് ചെയ്യാനുള്ള കളറ് ആ വർക്കിംഗ് ലൂപ്പിലൂടെ ജസ്റ്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് പോവാം. തൊട്ടടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ഇവിടെ ഞാൻ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നില്ല, കാരണം നമുക്ക് ഇതിൻ്റെ വർക്കിൻ്റെ തുടക്കം നമുക്ക് മനസ്സിലാവും. വൈറ്റ് കളർ യാണ് ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാവുന്നതുകൊണ്ട് വെക്കുന്നില്ല. അപ്പം 9th റൗണ്ട് നമ്മൾ ചെയ്യുന്നത് 7 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്നാണ്. ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കളറ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിൽ 54 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആദ്യം 7 സിംഗിൾ ക്രോഷ്യ കണ്ടിന്യൂസ്ലി ചെയ്യുക. 8th സ്റ്റിച്ചിനകത്തോട്ട് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ 54 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഈ റൗണ്ടിൽ അഗെയിൻ കളർ ചേഞ്ച് ചെയ്യാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ സ്റ്റിച്ചസിലും 54 സിംഗിൾ ക്രോഷ്യേഴ്സ്. ഈ ഒരു 10th റൗണ്ടിൽ നമുക്ക് ഇൻക്രീസ് ഒന്നുമില്ല. ഇത് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ടോട്ടൽ 54 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്.
ഒരു ഡിഫറൻസ് ഉള്ള എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ മാറ്റി നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുക. കളർ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് റൗണ്ടിൽ ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വൈറ്റ് കളർ ലൂപ്പിനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ പീസ് യാണ് അവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം വർക്കിംഗ് ലൂപ്പിലൂടെ ഗ്രീൻ കളർ യാണ് സ്ലിപ്പ് സ്റ്റിച്ച് പോലെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1-2 സ്ലിപ്പ് സ്റ്റിച്ച് തൊട്ടടുത്ത സ്റ്റിച്ചസിലായിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് വർക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് യാണ് എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ 3 കളർ വെച്ച് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ 3 കളർ ആഡ് ചെയ്യുമ്പോൾ ഉള്ളതും അതുപോലെ സ്റ്റാർട്ടിങ്ങിലുള്ളതായ യാൺ ടെയിൽസ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് എല്ലാം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. നോർമലി നമ്മൾ പുറത്തോട്ട് കാണുന്ന ഭാഗങ്ങളാണെങ്കിൽ പ്രോപ്പറായിട്ട് ടേപ്പസ്ട്രി നീഡിൽ വെച്ച് ഈ യാൺസ് ടെയിൽസ് എല്ലാം പ്രോപ്പറായി സെക്യൂർ ചെയ്തതിന് ശേഷം കാണാത്ത പോലെ കട്ട് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊന്നും വിസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് റഫായിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് അഴിഞ്ഞു പോരാത്ത പോലെ സെക്യൂർ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബ്ലാക്ക് കളർ യാണ് വെച്ചിട്ട് ഈ വാട്ടർ മെലൻ്റെ സീഡ്സ് എംബ്രോയ്ഡറി ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 4 പ്ലൈ ആണ് എൻ്റെ കയ്യിലുള്ളത്, ആക്രിലിക്കാണ്. അതിൽ നിന്ന് ഒറ്റ ലെയർ മാത്രമായിട്ട് ഒന്ന് വലിച്ചെടുക്കുവാണ്. അധികം കട്ടിയിൽ വേണ്ടാത്തതുകൊണ്ട് തന്നെ ഒരു ലെയർ ഞാൻ വലിച്ചെടുത്തതിന് ശേഷം അത് വെച്ചിട്ടാണ് എംബ്രോയ്ഡറി ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് നമുക്കൊരു ടേപ്പസ്ട്രി നീഡിൽ വെച്ചിട്ട് റാൻഡമായിട്ട് ഈ ഒരു സർക്കിളിൽ നമുക്ക് വാട്ടർ മെലൺ സീഡ്സ് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ റാൻഡംലി സ്മോൾ ഇങ്ങനെ സീഡ്സിൻ്റെ പോലെ ഷേപ്പിൽ നമുക്കൊന്ന് എംബ്രോയ്ഡറി ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നേരെ ഇതിൻ്റെ യാൺസ് ബാക്കിൽ വരുന്ന വർക്ക് ചെയ്തതിൻ്റെ ബാക്കി യാൺസ് എല്ലാം ബാക്കിൽ ടൈറ്റാക്കി സെക്യൂർ ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം ഞാൻ അവിടെ തന്നെ വെക്കുന്നുണ്ട്. കാരണം ഇത് കാണില്ല, നമ്മളിത് മടക്കിയിട്ട് തുന്നി വയ്ക്കുമ്പോൾ ഇത് ഹൈഡായി പോകും. അതുകൊണ്ട് അങ്ങനെ റാൻഡംലി ഞാനത് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്കിത് നേരെ മടക്കി ഇതിൻ്റെ എൻഡ്സ് ഒന്ന് തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ കളറിലാണ് നമ്മൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്രീൻ കളർ യാണ് വെച്ചിട്ട് തന്നെ ടേപ്പസ്ട്രി നീഡിൽ വെച്ച് യാണും വെച്ചിട്ട് നമ്മളതൊന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ഈ അറ്റത്തുള്ള സ്റ്റിച്ചിൻ്റെ ഒരു ലൂപ്പിൽ കൂടെ അതുപോലെ അപ്പുറത്തെ സൈഡിലുള്ള ചെയിൻ്റെ ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം നമ്മളതിങ്ങനെ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് ഒരു ഹാഫ് ഭാഗത്തോളം തുന്നിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഫൈബർ ഫില്ല് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയും കൂടെ തുന്നി കംപ്ലീറ്റ് ആക്കാം.
അപ്പോൾ ഏകദേശം പകുതി ഭാഗത്തോളം നമ്മളൊന്ന് തുന്നിയതിന് ശേഷം ഇതുപോലെയുള്ള ഫൈബർ ഫില്ല് ഒരുപാട് കുത്തി നിറച്ച് കൊടുക്കണ്ട, കുറച്ച് ഒന്ന് അതൊന്ന് തിക്കായിട്ട് ഒരു സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കി കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി പോർഷൻ കൂടെ ഞാൻ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഫൈബർ കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ഫില്ല് ചെയ്ത് തുന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലൊരു മാഗ്നറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റിക്കർ മാഗ്നറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കർ മാഗ്നറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഒരു മാഗ്നറ്റ് നമ്മുടെ ക്ലോത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാൺ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്താലും മതി. മറ്റേ B7000 എന്ന് പറയുന്ന ഒരു ഗ്ലൂ കുഴപ്പമില്ല, യാണിൽ ആയാലും ഒന്നും പറ്റാത്തതാണ്. ആ ഒരു ഗ്ലൂ വെച്ച് ചെയ്താലും മതി. എന്നിട്ട് ഇതുപോലെ ഫ്രിഡ്ജിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിലോ ഇൻസ്റ്റാഗ്രാമിലോ അറിയിക്കുക. അപ്പോൾ വേറെ പുതിയൊരു ട്യൂട്ടോറിയൽ